ഇപ്പോൾ നിക്ഷേപത്തിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമായോ കേരളത്തിൽ? എങ്ങനെയാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്? കേരളത്തിൽ നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യം ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ വരുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ മന്ത്രിസഭ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMSൻ്റെ കാലത്താണ് മാവൂർ ഗാഡിയോർ റയൺസും അതുപോലെ മറ്റ് പല സ്ഥാപനങ്ങളും വന്നത്. അന്ന് മുതലേ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ നിക്ഷേപം വരണമെന്ന അഭിപ്രായമാണുള്ളത്. ഇപ്പോൾ കേരളത്തിൽ പലതരത്തിലുള്ള പുതിയ അനുകൂല സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, നോളജ് എക്കണോമി എന്ന് പറയുന്നത് ഇത്രയും വർദ്ധിച്ച തരത്തിൽ വികസിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ വലിയ നിർമ്മാണത്തിൻ്റെ രീതിയിലുള്ളതിനേക്കാളും കൂടുതൽ ടെക്നോളജിയുടെ വലിയ ഡെവലപ്മെൻ്റ് ഉള്ളതിന് ഏറ്റവും അനുകൂലമാണ് കേരളം. നല്ലതുപോലെ പരിശീലനം സിദ്ധിച്ച ചെറുപ്പക്കാരാണ്. അവരെ കുറച്ചുകൂടി പരിശീലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നല്ലതുപോലെ ആളുകളുണ്ട്. ലോകമെല്ലാം പോയി തൊഴിലെടുക്കുന്ന അനുഭവമുണ്ട്. ഏറ്റവും നല്ല കാലാവസ്ഥയാണുള്ളത്. അടിസ്ഥാന സൗകര്യത്തിൽ വലിയ വികസനം ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും സമയത്ത് ഉണ്ടായിട്ടുള്ള റോഡിൻ്റെയും വിമാനത്താവളങ്ങളുടെയും തുറമുഖങ്ങളുടെയും ഒക്കെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എന്നല്ല ഈ മേഖലയിലെ ഏറ്റവും വലിയ തുറമുഖമാണ്. ഇതുപോലുള്ള അനുകൂല സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ലോകത്ത് പല സ്ഥലത്തും കലാപങ്ങളും യുദ്ധവും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളുമൊക്കെ നടക്കുന്ന, ഞാൻ പറഞ്ഞ വർഗീയതയുടെയും വംശീയതയുടെയും ഒക്കെ പ്രശ്നങ്ങൾ ലോകത്ത് പലയിടത്തും ഉള്ളപ്പോൾ കേരളത്തിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, നമ്മൾ അക്കാര്യത്തിൽ ലോകത്തിന് മാതൃകയായി ഏറ്റവും നല്ലൊരു അന്തരീക്ഷമുണ്ട് കേരളത്തിൽ. എല്ലാവർക്കും ഇവിടെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന കാലാവസ്ഥയും പ്രകൃതിയും അന്തരീക്ഷവും മാത്രമല്ല, മാനവവിഭവശേഷി മാത്രമല്ല, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പരസ്യം വ്യക്തമാക്കുന്ന തരത്തിലേക്ക് എല്ലാവർക്കും സ്വതന്ത്രമായി സ്വസ്ഥമായി വ്യവസായം നടത്താൻ, ജീവിക്കാൻ എല്ലാം കഴിയുന്ന അന്തരീക്ഷമുണ്ട്. അതായിരിക്കും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പോയിന്റുകളുള്ളത്. ഈ നിക്ഷേപ സംഗമം കഴിയുമ്പോൾ അതോടുകൂടി സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമോ? നിക്ഷേപ സംഗമം വഴി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് ജനങ്ങളുടെയാണ്. സർക്കാരിൻ്റെ അതിൻ്റെ അടുത്ത ഭാഗമേ വരുന്നുള്ളൂ. ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുക, വരുമാനം വർദ്ധിപ്പിക്കുക. ഇവിടെ വന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, $1 ട്രില്യൺ നമ്മുടെ കേരളം അതിവേഗം പോകും. $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 85 ലക്ഷം കോടി രൂപ വരുമാനമുള്ള ഒരു സംസ്ഥാനമാകും. GDP ആണ്. ഇപ്പോൾ ഒരു 15 ഈ വർഷം കഴിയുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷം 15 ലക്ഷം കോടിയിലേക്കാണ് നമ്മുടെ GSDP പോവുക. നമ്മുടെ ബഡ്ജറ്റ്, സംസ്ഥാന ബഡ്ജറ്റ് ചരിത്രത്തിൽ ആദ്യമായി ഇപ്രാവശ്യം 2 ട്രില്യൺ രൂപയാണ്. 2 ലക്ഷം കോടി ബഡ്ജറ്റിലേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ആ സാമ്പത്തികമായ വലിയ തോതിൽ നമ്മളെ ശ്വാസം മുട്ടിക്കുന്ന ഘട്ടത്തിലാണിതെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ തോതിൽ പ്രാധാന്യം നമ്മുടെ ബഡ്ജറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യമായ ഫണ്ട് മുന്നോട്ട് വെക്കുകയാണ്. വിഴിഞ്ഞം പോലുള്ള പദ്ധതികളുടെ കാര്യത്തിലൊക്കെ ഏകദേശം നമ്മൾ തനതായിട്ടാണ് ആ ഫണ്ട് വെക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ നിന്നുണ്ടാവുന്ന വരുമാനം ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും, നാട്ടിൽ പുരോഗതി ഉണ്ടാവും. സ്വാഭാവികമായും അത് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനത്തെയും സഹായിക്കും. ആ വരുമാനം കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, നാട്ടിൽ കൂടുതൽ തൊഴിലും വരുമാനവും, കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും ഉണ്ടാകുന്ന പുരോഗതി, അതൊരു ജനങ്ങൾക്കുണ്ടാകുന്ന പുരോഗതി, എല്ലാ മേഖലയ്ക്കും ആ പുരോഗതി ഉണ്ടാവും. നിങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും ആ പുരോഗതി ഉണ്ടാവും. അത് ഗവൺമെൻറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.